ഹലോ! ഇന്നൊരു ഡിമാൻഡുമായിട്ടാണ് കേട്ടോ പവി അടുക്കളയിൽ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. രാവിലെ കറി വെക്കാൻ വേണ്ടിയിട്ട് കിട്ടിയത് കണ്ണൻ കൊഴിയാള മീനാണ് കേട്ടോ. വലിയ മീനായിരുന്നു. അപ്പോൾ അതൊരെണ്ണം പൊക്കിയെടുത്തിട്ട് പറയുവാണ് അവന് ഞാൻ വാഴയിലയിൽ പൊള്ളിച്ച് കൊടുക്കണമെന്ന്. ഇന്നലെ ഏതോ വീഡിയോ കണ്ടിട്ട് പറയുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. മീനെല്ലാം ഞാൻ കറിക്കും വറുക്കാനും വേണ്ടിയിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് മസാലയൊക്കെ തേച്ച് കുറച്ച് സമയം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വറുക്കാനുള്ള മീനിലോട്ട് മസാലയെല്ലാം ഇട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കറിക്കുള്ള മീനും കൂടെ സെറ്റാക്കി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിതങ്ങ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. എണ്ണയിൽ ഞാൻ തോനെ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തിരിച്ചിടാൻ എളുപ്പമാണ്. അപ്പോൾ മീനെല്ലാം വറുക്കാനായിട്ട് വെച്ചിട്ട് പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ദേ അടുപ്പിനകത്തിരിക്കുന്ന മീൻ കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വിറകടുപ്പിലാണ് വെച്ചത്. നല്ല സൂപ്പറായിട്ട് മീൻ കറി തിളയ്ക്കുന്നത് കണ്ടോ. ഇത് കുറച്ച് നേരം നോക്കി നിന്നിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മീൻ ഒരു സൈഡെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കറിവേപ്പില ഇട്ടതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഈസി ആയിട്ട് ഒരല്പം പോലും പൊടിഞ്ഞു പോകാതെ തിരിച്ചിടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതങ്ങനെ ഒരു വശം തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിനകത്ത് ചേർക്കാനായിട്ട് പൊള്ളിക്കാനായിട്ട് ഒരു മസാല ഉണ്ടാക്കണമല്ലോ. അതിന് ഞാൻ സാധനങ്ങൾ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് പവി ഒടിയൊന്ന് ഇടിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എന്തായാലും അവൻ തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഇതൊക്കെ ചെയ്ത് പഠിക്കട്ടല്ലേ. ഇതിനകത്ത് ഞാൻ കുറച്ച് പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണേ. അപ്പോൾ അത് ഇടിച്ചിടിച്ച് പവിയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. സവാളയായിരുന്നു കേട്ടോ, ചെറിയ ഉള്ളി ഇല്ലായിരുന്നു. അപ്പോൾ സവാള ഇടിച്ചപ്പോഴത്തേക്ക് അവന് കണ്ണ് നീറുന്നുണ്ടായിരുന്നു. അങ്ങനെ കണ്ണൊക്കെ അടച്ചു വെച്ചിട്ടാണ് കേട്ടോ ഇടിച്ചത്. ഒരുവിധം ആശാൻ അതൊക്കെ ഇടിച്ച് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മീൻ വറുത്ത ചട്ടിക്കകത്ത് തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് ഈ മസാലയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്തേക്ക് തക്കാളി ഇട്ടിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വേറൊരു കുരുമുളക് പൊടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എന്താ ഒരു വാഴയില വെട്ടിക്കൊണ്ടൊന്ന് വാട്ടി അതിനകത്തേക്ക് നമ്മുടെ മസാലയെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ വലിയ മീനില്ലേ അത് അതിനകത്തേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുത്തിട്ട് ഇത് പൊതിഞ്ഞ് കെട്ടിയെടുക്കണം. പക്ഷേ അബദ്ധം പറ്റിപ്പോയി കേട്ടോ. ഞാൻ എടുത്തുകൊണ്ട് വന്നതൊരു ചെറിയ വാഴയില ആയിപ്പോയി. പിന്നെ മടക്കിയെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് മടക്കാൻ പറ്റാത്തത് കൊണ്ട് വീണ്ടും പോയൊരു വലിയ വാഴയില വെട്ടിക്കൊണ്ടുവന്ന് വീണ്ടും വാട്ടി അതിൻ്റെ ചുറ്റി കെട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് വെച്ചിരിക്കണം. ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള സമയമായിരുന്നു. ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് ചോറൊക്കെ എടുത്ത് വെച്ചിട്ട് പൊള്ളിച്ച മീനും കൂടെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. തുറന്നപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കങ്ങ് പെട്ടെന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ പവി എടുത്ത് കഴിച്ചു നോക്കി കേട്ടോ. പവി എടുത്ത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു, നല്ലതാണെന്ന് പറഞ്ഞായിരുന്നേ. അപ്പോൾ പിന്നെ ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ്. ഓക്കെ, ബൈ.